KSRTCയിൽ പത്തനംതിട്ട ATO. പത്തനംതിട്ട ATOയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിഭയങ്കരമായ രീതിയിൽ KSRTCയെ ലാഭത്തിലാക്കുവാൻ വേണ്ടി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യണമെങ്കിൽ അതുപോലും ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. KSRTC ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി, അതായത് മര്യാദയ്ക്ക് കൊണ്ടുവന്നോണം, കളക്ഷൻ കൊണ്ടുവന്നോണം, ഇല്ലെങ്കിൽ അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഉദാഹരണത്തിന് നിങ്ങളെ ഒരു ചെറിയ ഓഡിയോ അയാൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. ദയവായിട്ട് ശ്രദ്ധിക്കുക. റാന്നിയിലെ 3 ലക്ഷം രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്നത് ഇന്ന് 1.5 ലക്ഷം രൂപ ആയിട്ട് കുറഞ്ഞു. ജീവനക്കാർ വണ്ടിയും എടുത്ത് ഡീസൽ കത്തിക്കാനല്ല പോകേണ്ടത്. മര്യാദയ്ക്ക് വണ്ടിയെ സർവീസ് പോയാൽ ആളിനെ വിളിച്ച് കയറ്റി കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് നോക്കണം. ഒരു പാസ്റ്റൊക്കെ പോയിട്ട് 10-12,000 രൂപ കൊണ്ടുവന്നേക്കുക. സൂപ്പർ പാസ്റ്റൊക്കെ കോഴിക്കോടും ഒക്കെ പോയിട്ട് ഒരു മര്യാദ ഇല്ലയോ? ഇന്ന് 12,000 നിങ്ങൾക്കൊന്നും നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. CMD ഒക്കെ ഇപ്പോൾ ചോദിച്ചതിന് മറുപടി ഞാനെന്ത് പറയും? മര്യാദയ്ക്ക് ഓടിക്കണം. സ്റ്റേഷൻ മാസ്റ്ററും ഇൻസ്പെക്ടറും ഒക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എനിക്കെപ്പോഴും വന്ന് റാന്നിയിലിരിക്കാൻ നോക്കുക. എനിക്ക് പത്തനംതിട്ട ജില്ലയുടെ എല്ലാ കാര്യങ്ങളും തന്നേക്കാം. ഞാൻ ഇതിൻ്റെ എല്ലാം പുറകെ പോകണം. മര്യാദയ്ക്ക് ഓടി കാശുണ്ടാക്കാൻ നോക്കിക്കോണം. ന്യായീകരണം വേണ്ട. ഇപ്പോൾ ഈ കേട്ട ഓഡിയോ അല്ലാതെ മറ്റൊരു ഓഡിയോയും കൂടി അദ്ദേഹത്തിന് വേറെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ഓഡിയോയ്ക്കകത്ത് ഇയാൾ പറയുന്നുണ്ട്, ഞാനൊക്കെ ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ 10-12,000 രൂപ കോഴിക്കോട് വരെ പോരുമ്പോൾ കിട്ടുമായിരുന്നു. അപ്പോൾ ജീവനക്കാരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു ജീവനക്കാരെ കൊന്നെടുക്കുവാൻ വേണ്ടി കാലിന് കൂട്ടു നിൽക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ പെട്ട ഒരു ഓഫീസറായിരുന്നു ഈ പറയുന്ന പത്തനംതിട്ട അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ തോമസ് മാത്യു. അപ്പോൾ തോമസ് മാത്യു ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ വോയിസൊക്കെ എടുക്കുമ്പോൾ എന്താ ആത്മാർത്ഥമാണല്ലേ KSRTC ഇപ്പം ഉടലോടെ ലാഭത്തിലെത്തിക്കുക എന്നുള്ള വിഷയം. അപ്പോൾ ഈ തോമസ് മാത്യുവിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് തോമസ് മാത്യുവിൻ്റെ സസ്പെൻഷൻ അടിച്ചുകൊണ്ടുള്ള ഉത്തരവ് കാണാനില്ല. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ സസ്പെൻഷൻ വന്നത് ഇപ്പോൾ തോമസ് മാത്യുവിനെ പോലെ KSRTCയെ കൊള്ളയടിച്ച് കട്ടു എന്നല്ല കേട്ടോ എൻ്റെ കേസ് പമ്പയിൽ രാധാകൃഷ്ണൻ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചാണ് എൻ്റെ പേരുള്ള കാര്യം. അപ്പോൾ പത്തനംതിട്ട ATO സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇത് താപ്പ് വേണം. അപ്പോൾ എൻ്റെ സസ്പെൻഷൻ വരുന്ന സമയത്ത് ഞാനവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈനിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സസ്പെൻഷൻ വരുന്നത്. ഈ സസ്പെൻഷൻ ഓർഡർ ചീഫ് ഓഫീസിൽ നിന്ന് ഇറങ്ങി അത് കാസർഗോഡ് ഡിപ്പോയിലേക്ക് മെയിൽ ചെയ്യുന്നതിന് മുൻപായി KSRTCയിലെ ചെക്കർമാരുടെ കൺട്രോളിങ്ങുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിറയുകയും അതുവഴി ജീവനക്കാരുടെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് തീപ്പന്തം പോലെ പടർന്നു വരികയും അതിൽ കുറേ പേരുകൾ എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. ഈ സസ്പെൻഷൻ എനിക്ക് അയച്ചു തന്നിട്ട് എന്നെ ഒരാൾ വിളിക്കുന്നു, തുടരെ ഫോൺ വരുന്നു. ഞാൻ അവിടെ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ സസ്പെൻഷൻ്റെ കാര്യം പറയുന്നു. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് കാസർഗോഡ് ഡിപ്പോയിൽ വിളിക്കുമ്പോൾ അവിടെ ഇത് വന്നിട്ടില്ല, അവർ പ്രിൻ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതിനു മുമ്പായി ഇത്രമാത്രം ആവേശത്തോടു കൂടി, അതായത് ജീവനക്കാരെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, ശബരിമലയിൽ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞവനെ ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, നാളെ നിങ്ങൾക്കും എന്നാണ്, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളൊരു ഭീഷണി ഈ KSRTCയുടെ നടപടികളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ സസ്പെൻഷൻ ഇപ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള KSRTCയുടെ മുൻ EDOയുടെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെക്കർമാരുടെ ഇടയിൽ വൻ പ്രചാരം അതിനുണ്ടായി. അവർക്കൊരു ആശ്വാസം, ഏതായാലും അവരുടെ ആശ്വാസം പിന്നെ നീളുന്നില്ല. അപ്പോൾ പത്തനംതിട്ട ATOയെ സസ്പെൻഡ് ചെയ്തത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. അതിന് ഉത്തരവിൻ്റെ നമ്പറുകളും ഉത്തരവിൻ്റെ കാരണങ്ങളോ ഇതൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഈ പത്തനംതിട്ട ATO, പത്തനംതിട്ട തന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്. അവിടെ MD വന്ന് MD സാറാണല്ലോ, MD വന്നിട്ട് അഹങ്കാരം കാണിച്ചൊരു കഥയുണ്ട്, അത് ഞാൻ വേറൊരു പറയാം. അപ്പോൾ പത്തനംതിട്ട ATO സസ്പെൻഡ് ചെയ്യപ്പെട്ട പേപ്പർ എന്തിനാണ് മുക്കി വെച്ചിരിക്കുന്നത്? കാരണം ഇത്രയധികം വാചകം അടിച്ചുകൊണ്ടിരുന്ന KSRTC നന്നാക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് കാലത്തെ മുതലേ ഇത് ചെയ്യും, ജീവനക്കാരെ മൃഗീയമായി പീഡിപ്പിക്കുകയും ജീവനക്കാരുടെ മനസാക്ഷിയില്ലാതെ പെരുമാറുകയും ചെയ്ത ഒരു തൊഴിലാളി ദ്രോഹി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ട് മാനേജ്മെൻറ്റ് അയാളുടെ സസ്പെൻഷൻ്റെ ഉത്തരവ് പുറത്ത് കാണിക്കാതെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? കാരണം ഇപ്പോൾ നിലവിൽ മനോരമയിൽ കിട്ടിയിരിക്കുന്നൊരു പത്രവാർത്ത, മനോരമയിൽ വന്നിരിക്കുന്നൊരു പത്രവാർത്ത എൻ്റെ കയ്യിൽ കിട്ടി. ആ പത്രവാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ഡിപ്പോയിലെ പരസ്യ ബോർഡുകളുടെ കാലാവധി കഴിഞ്ഞ ശേഷം
മേലധികാരികളെ അറിയിക്കാതെ കാലാവധി നീട്ടി നൽകി. അതിൻ്റെ അർത്ഥം എന്താണ്? പത്തനംതിട്ട ഡിപ്പോയിൽ പരസ്യ ബോർഡുകൾ വെച്ചിരിക്കുന്നു. ആ പരസ്യ ബോർഡുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പ്രതിവർഷ വരുമാനം, അതിൻ്റെ എനിക്ക് ഒരു ബോർഡിൻ്റെ വരുമാനം ലക്ഷങ്ങൾ വരും, ഏതായാലും ലക്ഷക്കണക്കിന് രൂപ ഉണ്ട്. ഈ വരുമാനം ഈ KSRTC അറിയാതെ, അതായത് KSRTCയുടെ വകുപ്പ് അറിയാതെ, നേതൃത്വം അറിയാതെ പത്തനംതിട്ടയിലെ അധികാരി മറിച്ചു കൊടുത്തിരിക്കുന്നു, കള്ളത്തരം കാണിച്ചിരിക്കുന്നു. KSRTCക്ക് ലഭിക്കേണ്ട വരുമാനം കൊള്ളയടിച്ചിരിക്കുന്നു. എത്രയോ ജീവനക്കാരെ എന്നറിയാവോ? നിങ്ങൾ അബ്സെൻ്റ് ആയതുകൊണ്ട് ഇന്ന് വണ്ടി പോയില്ല, അതുകൊണ്ട് 20,000 രൂപ, 5,000 രൂപ, 10,000 രൂപ ഇങ്ങനെ കുറ്റപത്രം എഴുതിക്കൊണ്ട് ജീവനക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു ക്രൂരരായിട്ടുള്ള മനസാക്ഷിയില്ലാത്ത ഒരു തൊഴിലാളി ദ്രോഹി. ഈ പുറംപൂച്ച് കാണിച്ചുകൊണ്ട് ഈ KSRTCയെ നന്നാക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കള്ളൻ ആണ് എന്ന് പുറസമൂഹം അറിയാതിരിക്കാനാണോ ഈ കള്ളത്തരം മറച്ചു വെച്ചത്? കള്ളത്തരം ഇതൊരു കള്ളത്തരമല്ലേ? കോർപ്പറേഷന് കിട്ടേണ്ട വരുമാനം മേടിച്ചു എങ്കിലത് കള്ളനാണ്. അപ്പോൾ അത്തരത്തിൽ കള്ളത്തരം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ സസ്പെൻഷൻ ഓർഡർ എന്തുകൊണ്ടാണ് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാത്തത്? ഇപ്പോൾ എൻ്റെ സസ്പെൻഷൻ ഓർഡർ ചീഫ് ഓഫീസിൽ നിന്ന് തന്നെ നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയും അതിനകത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ജീവനക്കാർക്ക് ആവശ്യ സമയത്ത് ഭക്ഷണം ലഭിച്ചില്ല, അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, ഇത് മോഷണമാണ്, കള്ളത്തരമാണ്. ഇത്രയേറെ വമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തൻ സമൂഹ മധ്യത്തിൽ ഈ കോർപ്പറേഷൻ്റെ കാശിനെ കൊള്ളയടിച്ചു എന്നുള്ള കാര്യത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ആ സസ്പെൻഷൻ ഓർഡർ പുറത്ത് കാണിക്കുവാൻ മടിക്കുന്നത് ആരാണ്? അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ്. കള്ളന്മാർക്ക് കൂട്ടു നിൽക്കുന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ രീതി. ഇത്തരം കള്ളത്തരം നിവൃത്തിയില്ലാതെ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടി വരുന്ന അവസരത്തിൽ പോലും ആ സസ്പെൻഡ് ചെയ്യപ്പെട്ടവനെ സഹായിക്കാൻ ആ സസ്പെൻഷൻ ഓർഡർ പുറത്തുവിടാതിരിക്കുന്ന വളരെ രസകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഈ തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയും പുറമെ ഞങ്ങൾ നന്നാക്കാനാണെന്ന് മേനി നടിക്കുകയും ചെയ്യുന്ന KSRTC മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറു രൂപവും ഒരു സാദൃശ്യവുമാണ് പത്തനംതിട്ടയിൽ നിങ്ങൾ കണ്ടത്. ഏതായാലും പത്തനംതിട്ടയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആ മേലധികാരി, ഞാൻ ഒരിക്കൽ കൂടി അയാളുടെ പേര് പറഞ്ഞേക്കാം, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ തോമസ് മാത്യു. അയാൾ ഈ തൊഴിലാളികളോട് ചെയ്തുകൊണ്ടിരുന്ന നേരത്തെയുള്ള വാചകപടിയും ഇപ്പോൾ അയാളുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം KSRTCയെ കൊള്ളയടിച്ചു, മോഷ്ടിച്ചു എന്നുള്ളതാണ്. അത് പുറത്തുവിടാതെ മുക്കിവെച്ചിരിക്കുന്ന KSRTCയുടെ നടപടി ബഹുരസമാണ്. കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള വാദം ശരിവെക്കുന്നതാണ്. നന്ദി. Thank you.